ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. എന്തേ നാം വഹിക്കുന്ന കുരിശിൽ നിന്നും ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കാത്തത്? ബോബി ജോസ് കട്ടിക്കാട് അച്ഛൻ്റെ പുസ്തകത്തിൽ ഒരു ചോദ്യമുണ്ട്. പുരാതനമായ ഒരു ചോദ്യമാണ്. ഉടയവനായ ദൈവത്തോട് പ്രകൃതി പരാതിപ്പെടുകയാണ്. മനുഷ്യർ മരങ്ങൾ മുറിച്ച് കുരിശുകളുണ്ടാക്കി അതും വഹിച്ച് മലമുകളിലേക്ക് പോവുകയാണ്. ദൈവമേ, വർഷങ്ങൾക്ക് മുമ്പ് അങ്ങൊരു കുരിശും വഹിച്ചുകൊണ്ട് മലമുകളിലേക്ക് പോയി. എന്നാൽ മൂന്നാം ദിവസം അങ്ങ് ആ കുരിശിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. എന്നാൽ മനുഷ്യർ നിർമ്മിക്കുന്ന ഈ കുരിശുകളിൽ നിന്നും, അല്ലെങ്കിൽ ഇവർ വഹിച്ചു കൊണ്ടുപോകുന്ന ഈ മലമുകളിലേക്ക് കൊണ്ടുപോകുന്ന കുരിശിൽ നിന്നും ഇവരാരും എന്തേ ഉയർത്തെഴുന്നേൽക്കാത്തത്? ദുഃഖവെള്ളിയുടെ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊള്ളുകയാണ്. ഇന്ന് ദുഃഖവെള്ളി. ക്രിസ്തുവിൻ്റെ ശരീരം കുരിശിലാണ്. കുരിശിൽ കിടക്കുന്ന ശരീരത്തിന് എന്താണ് സംഭവിക്കുക? മലമുകളിൽ വിജനമാക്കപ്പെട്ട സ്ഥലത്ത് കുരിശിൽ പീഡകൾ സഹിച്ച് കിടക്കുന്ന, രക്തം വാർന്നു കിടക്കുന്ന ഈ ശരീരത്തിന് എന്താണ് സംഭവിക്കുക? ഇതിന് സംഭവിക്കാൻ പോവുക, ഇത് കഴുകനും പരുന്തിനുമൊക്കെ വിധിക്കപ്പെട്ടതാണ്. മലമുകളിൽ വിജനമാക്കപ്പെട്ട എല്ലാവരുമാലും ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഈ ശരീരം എന്ന് പറയുന്നത് അത് കഴുകനും പരുന്തിനുമൊക്കെ ഭക്ഷണമായി തീരേണ്ടതാണ്. ആ കുരിശിൻ്റെ ചുവട്ടിൽ വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവരും കൂടെ ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നും മാറിക്കഴിയുമ്പോൾ ഈ കുരിശിൽ കിടക്കുന്ന മൃതശരീരങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തെ പിച്ചിച്ചീന്തി തിന്നുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കഴുകനും പരുന്തുമൊക്കെയുണ്ട്. ഇവിടെയാണ് രണ്ടുപേര് മറനീക്കി പുറത്തു വരുന്നത്. ഈ ശരീരത്തെ ഏറ്റെടുക്കുവാൻ വേണ്ടി അരിമത്യാക്കാരൻ ജോസഫും നിക്കേദോമോസും മറനീക്കി പുറത്തു വരികയാണ്. ഇത്രയും നാളും ഇവർ രഹസ്യ ശിഷ്യന്മാരായിരുന്നു. നിക്കേദോമോസിനെ കുറിച്ച് പറയുന്നത് അവൻ രാത്രിയിൽ പോയി യേശുവിനെ കണ്ടു എന്നുള്ളതാണ്. അവൻ രാത്രിയിൽ ചെന്ന് ക്രിസ്തുവിനോട് സംസാരിച്ച് ക്രിസ്തുവിൽ നിന്നുമുള്ള നന്മകൾ സ്വീകരിച്ചവനാണ്. എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ തൻ്റെ ഗുരുവിൻ്റെ ശരീരം, തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ശരീരം കുരിശിലാണെന്നറിയുമ്പോൾ ആ മനുഷ്യൻ എല്ലാം മാറ്റിവെച്ചുകൊണ്ട്, തൻ്റെ സുഖങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, ജീവിതത്തിലുള്ള എല്ലാ ഭയവും മാറ്റിവെച്ചുകൊണ്ട് അവൻ മുമ്പോട്ട് വന്ന് ക്രിസ്തുവിൻ്റെ ശരീരം ഏറ്റെടുക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. പ്രിയമുള്ളവരെ, ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മോട് ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്. കുരിശിൽ കിടക്കുന്ന ശരീരമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് പറയുന്നത് എന്താണ്? പൗലോസ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ്. എങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ശരീരം, ക്രിസ്തുവിൻ്റെ ശരീരം കുരിശിൽ കിടന്നതുപോലെ തന്നെ ഇന്നും നമ്മുടെ സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരം ഇന്നും കുരിശിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ സഭയെ ഏറ്റെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു വിളിയാണ് ദുഃഖവെള്ളിയാഴ്ച നമ്മോട് പങ്കുവെക്കുന്നത്. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ നമുക്ക് വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. ഈ മനുഷ്യൻ, ഈ ചെറുപ്പക്കാരൻ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ നടന്നവനാണ്. എന്നാൽ ഈ മനുഷ്യനിങ്ങനെ എന്തോ ഒരു പ്രത്യേക ദൈവാനുഭവമൊക്കെ കിട്ടി മലമുകളിൽ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ തകർന്നു കിടക്കുന്ന ദേവാലയമാണ്. അവിടെ പൊടി പിടിച്ച് കിടക്കുന്ന ഒരു ക്രൂശിത രൂപത്തെ കാണുകയാണ്. അതിനെ ധ്യാനിച്ചപ്പോൾ ആ കുരിശ് അദ്ദേഹത്തോട് സംസാരിച്ചത് മറ്റൊന്നുമല്ല, നീ എൻ്റെ സഭയെ ഏറ്റെടുക്കുക, നീ എൻ്റെ സഭയെ ഏറ്റെടുക്കുക, നീ എൻ്റെ സഭയെ ഏറ്റെടുത്തുകൊണ്ട് അതിന് പരിഹാരമായിട്ട് നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുക. പ്രിയമുള്ളവരെ, ഈ ദുഃഖവെള്ളിയാഴ്ച നാം ആഘോഷിക്കുമ്പോൾ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്. ഈ സഭയെ ഏറ്റെടുക്കുവാൻ വേണ്ടി, നന്മയുടെ സ്വരമായ സഭയെ പല ആവർത്തികൾ, അല്ലെങ്കിൽ ചുറ്റുപാട് നിന്നുമെല്ലാം ഈ സഭയെ ആക്രമിക്കുവാൻ വേണ്ടി, ഈ സഭയെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി, ഈ സഭയെ സമൂഹത്തിൽ നിന്നും മാറ്റിക്കളയുവാൻ വേണ്ടി, ഇതിൻ്റെ നന്മകളുടെ വേരുകളൊക്കെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പറ്റം കഴുകന്മാരും പരുന്തുകളുടെയും കൂട്ടമുണ്ട് ഈ സമൂഹത്തിൽ. സഭയുടെ കൊച്ചു പോരായ്മകളൊക്കെ കാണുമ്പോൾ അതിനെ വലുതാക്കി പർവ്വതീകരിച്ചുകൊണ്ട് ഈ സഭയെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുടെ മുമ്പിൽ, പ്രിയമുള്ളവരെ, ജോസഫിനെ പോലെ, നിക്കേദോമസിനെ പോലെയൊക്കെ മുമ്പോട്ട് വന്നുകൊണ്ട് ഈ സഭയെ ഏറ്റെടുക്കുവാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തമാണ് നമുക്ക് ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മോട് പങ്കുവെക്കുന്നത്. ഇന്ന് മാത്രമാണ് വിശുദ്ധ കുർബാന സഭയിൽ ഔദ്യോഗികമായിട്ട് ഇല്ലാത്ത ദിവസം എന്ന് പറയുന്നത്. അതായത് ഈശോയുടെ മൗത്രീകൃത ശരീരമാകുവാൻ വേണ്ടി, നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയാകുവാൻ വേണ്ടി അതിന് കാരണമായ കുരിശിനെയാണ് നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്. അതിന് കാരണമായ പീഡകൾ സഹിച്ച അവൻ്റെ ശരീരത്തെയാണ് നാം ഇന്ന് ആരാധിക്കുന്നത്.
പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം നമുക്ക് സഭയെ ഏറ്റെടുക്കാം. അതോടൊപ്പം തന്നെ ഇന്നാണ് ഏറ്റവും നല്ല ദിവസം. വിശുദ്ധ കുർബാന ഞാൻ എങ്ങനെ അർപ്പിക്കണമെന്നും അതിൻ്റെ വില എന്താണെന്ന് തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ദിവസം കൂടിയാണ് ഇന്ന്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ അല്ലെങ്കിൽ ഈ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം നേർന്നുകൊള്ളുകയാണ്. ചോദ്യം ആവർത്തിക്കുന്നുണ്ട്: എന്തേ നാം വഹിക്കുന്ന കുരിശിൽ നിന്നും ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കാത്തത്? നമ്മുടെ സഹനങ്ങളാകുന്ന കുരിശിൽ നിന്നും, നമ്മുടെ വേദനകളാകുന്ന കുരിശിൽ നിന്നും, നമ്മുടെ കണ്ണുനീരാകുന്ന കുരിശിൽ നിന്നുമൊക്കെ മൂന്നാം ദിവസം ക്രിസ്തു സന്തോഷത്തോടെ ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് ഈ ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങൾക്കൊക്കെ അർത്ഥമുണ്ടാകുന്നത്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.